സൈക്കിൾ ജേണി അടുത്ത കാലത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് വിനോദങ്ങളിലൊന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചത് തന്നെ. ഈ ജാക്കറ്റിൻ്റെ ഒക്കെ വില കേട്ടാൽ ഞെട്ടും. നാട്ടിലത്തെ വില ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണല്ലോ. നാട്ടിലത്തെ വില ഇവിടെ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട് അവർ. എന്നിട്ട് ഇവിടുത്തെ വില 15,000 ബാത്താണ്, അതായത് ഏകദേശം 30,000 രൂപ. ഇതിന് നാട്ടിൽ മാക്സിമം പോയ ഇതിന് കണ്ടിട്ട് ഇപ്പോൾ ഒരു 14,000 രൂപ ആണ് ഇതിൽ കൊടുക്കുന്നത്. അതായത് ഇരട്ടിയിൽ കൂടുതൽ വില ഉണ്ട് ഇതിന്. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്. ഒക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ബൂട്ട്സും ഉണ്ട് അതുപോലെ തന്നെ. നമ്മുടെ യാത്ര പോകാൻ രജിസ്റ്റർ ചെയ്ത സുഹൃത്തുക്കളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 9 മണിക്കാണ് നമ്മൾ പുറപ്പെടുമെന്ന് പറഞ്ഞത്. പൊതുവേ ഹിമാലയൻ വാങ്ങിക്കുന്നതിനോട് ഇവർക്കുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റാണ്. ഹിമാലയന് ലേശം ഹൈറ്റ് കൂടുതലാണ് കമ്പയർ ടു അതർ മോഡൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇൻ്റർസെപ്റ്റർ, ക്ലാസിക് പോലുള്ള മോഡലുകളാണ് പ്രിഫർ ചെയ്യുന്നത്. എല്ലാവരും എത്തിക്കഴിഞ്ഞു. പോകുന്നതിൻ്റെ മുമ്പുള്ള മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. ഇദ്ദേഹമാണ് നമ്മുടെ മെയിൻ മാർഷൽ. പിന്നെ 1, 2, 3 മാർഷൽസ് ഉണ്ട്. കോഫി ഇവിടെ ഉള്ളവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് കോഫി ഷോപ്പുകൾ. ഒരുപാട് കോഫി ഷോപ്പുകൾ തായ്ലൻഡിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്, പല റേഞ്ചിലുള്ളവ. അവിടേക്കൊക്കെ യാത്ര പോകുക എന്നുള്ളത് പൊതുവെ എൻ്റെയും കൂടി ഒരു ഇഷ്ടപ്പെട്ട വിനോദമാണ്. കാരണം നല്ല ഭംഗിയുള്ള കോഫി ഷോപ്പുകളായിരിക്കും. ഇവിടെ ഈ കോഫി ഷോപ്പിൻ്റെ ഓണറുടെ അടുത്തൊരു ക്ലാസിക് 350 ഉണ്ട്. ഇദ്ദേഹം റോയൽ എൻഫീൽഡ് കസ്റ്റമറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോഫി ഷോപ്പിൽ തന്നെ വന്നത്. തന്നി പൈമാലയോ വേണ്ട. ക്ലാസിക്കാണ് ഏറ്റവും കൂടുതൽ. 3, 4 ക്ലാസിക്, ഒരു ഹണ്ടർ, 5 ക്ലാസിക്, പിന്നെ ഇൻ്റർസെപ്റ്റർ ഒരുപാടുണ്ട്. ഒരു ഹിമാലയൻ മാത്രമേ ഉള്ളൂ. മെറ്റോർ 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു കോണ്ടിനെൻ്റൽ GT, 2 കോണ്ടിനെൻ്റൽ GT. ഇവരിവിടെ വേറൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അതാണ് നമ്മുടെ ഈ യാത്രയുടെ പ്രൈമറി ഡെസ്റ്റിനേഷനും. ഇവിടെ പോവുക, ഭക്ഷണം കഴിക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. അത്രയാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്തു.
ഈ മാർക്കറ്റിൻ്റെ പേര് ദംനോ ആൻഡ് സദ്വക് എന്നാണ്. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ആ ബോട്ട് നിറയെ മാതള നാരങ്ങയാണ്. നമ്മളെ നാട്ടിൽ ഒരുപക്ഷെ പിന്നെ വെറുതെ കൊടുക്കുന്ന സാധനങ്ങൾ. പിന്നെ തേങ്ങയുണ്ട്, ഇതിൽ നിറയെ പഴം, പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് ഉണ്ട്.ไม่ใจล่ะถ่ายนั่นแหละแต่คือมันได้ถ่ายด้วยไงผมก็จะได้ถ่ายมันไม่ใจอันนี้มันอยากถ่ายวิดีโอข้าวมันไก่สีเหลืองมันอะไรสีเหลืองข้าวหมกข้าวหมกไก่ข้าวหมกไก่กินได้ข้าวหมกนะนี่ครับเอาข้าวหมกไก่จานหนึ่งนะครับนั่งเลยมั่งครับนั่งนี่ก็ได้ഇതാണ് റൈസും ചിക്കനും പിന്നെ സൂപ്പുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയും ഇവിടുന്ന് നിസ്കരിച്ചത് ഒരു ചെറിയൊരു നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തതാണ്. ഇവിടെ അങ്ങനെ ഒരു വഴിയൊക്കെ ഉണ്ട്. ഓക്കെ, അതെใช่ครับഞാൻ അകത്തേക്ക് പോയപ്പോൾ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ചെരുപ്പ് വെച്ചത് തിരിച്ച് ഓപ്പോസിറ്റ് ആക്കി വെച്ചിരിക്കുന്ന ആരോ. ഇപ്പോൾ സമയം 4 മണിയായി. ഞങ്ങളുടെ യാത്ര ഇവിടെ തീരുകയാണ്. ഇനി ഞങ്ങൾ നേരെ മോട്ടോർ സൈക്കിൾ ഷോപ്പിലേക്കും മറ്റുള്ളവർ വീട്ടിലേക്കൊക്കെ ആയിട്ട് പോവും. അപ്പോൾ ഇത് ലാസ്റ്റ് മീറ്റിംഗ് ആണ്. ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് ബൈക്കിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. พี่เขาไม่คมไงไอ้ของพี่ของทะลุเลย